ഹായ് ഓൾ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ ദിവസം വന്നു. എല്ലാവർക്കും സ്കോർ കാർഡൊക്കെ കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട്സ് നെക്സ്റ്റ് അല്ലേ. നീറ്റ് എക്സാമിന് ശേഷം അല്ലെങ്കിൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവർക്കും അറിയാം, നീറ്റ് എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഴ്സസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്ന 2 കോഴ്സസാണ് MBBSഉം BDSഉം. അത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 കോഴ്സസാണ്. ഒന്ന് BAMS, പിന്നെ ഉള്ളത് BHMS ആണ്, പിന്നെ BUMS ഉണ്ട്, അതുപോലെ BNYS, ദെൻ BSMS. ഈ 5 കോഴ്സുകൾ ഒന്നിച്ച് പറയാൻ കാരണം ഇതിൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സ് ആയുഷ് എന്ന പേരിലാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ആയുഷ് എന്ന് പറഞ്ഞാൽ എന്താ? ആയുഷിൽ എന്താണ്? ആയുർവേദിക് മെഡിസിനാണ്. അതുപോലെ Y എന്ന് പറയുന്നത് നാച്ചുറോപ്പതി ആൻഡ് യോഗയാണ്. യുനാനിയാണ്. S എന്ന് പറയുന്നത് സിദ്ധ മെഡിസിനും, അതുപോലെ തന്നെ H എല്ലാവർക്കും അറിയാം, ഹോമിയോപ്പതിയാണ്. അപ്പോൾ ഈ കോഴ്സസുകളിലേക്കെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആയുഷ് കൗൺസിലിംഗ് ആണ് ഇതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ BAMSൽ നമുക്ക് ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ BNYS എന്ന് പറഞ്ഞാൽ ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ സയൻസസ് ആണ്. പിന്നെ യുനാനി സിസ്റ്റം, അതാണ് BUMS എന്ന് പറയുന്നത്. ദെൻ BSMS ഉണ്ട്, അത് ബാച്ചുലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഹോമിയോപ്പതിയാണ്. അപ്പോൾ ഇത്രയും കോഴ്സസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നീറ്റ് അത് തന്നെയാണ് ഇതിൻ്റെ ക്വാളിഫയിങ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ആകാം. അപ്പോൾ ഇതിൻ്റെ കൗൺസിലിംഗ് അറിയപ്പെടുന്നത് AACCC കൗൺസിലിംഗ് എന്നാണ്. AACCC കൗൺസിലിംഗ്. അപ്പോൾ എന്താണ് ഈ AACCC? ആയുഷ് അഡ്മിഷൻസ് സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി, അതാണ് AACCC. അവരാണ് ഈ ഒരു കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ ഈ ഒരു 5 കോഴ്സസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീറ്റിൻ്റെ റിസൾട്ട് വരുന്നു. നീറ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കൗൺസിലിംഗ് പ്രോസസ്സിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താ? രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു AACCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിലേക്ക് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ്റെ സമയത്ത് എല്ലാവരും എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നീറ്റിൻ്റെ സ്കോർ, ഇതെല്ലാം കൊടുത്താണ് രജിസ്റ്റർ ചെയ്യുക. അതേസമയം തന്നെ രജിസ്ട്രേഷൻ ഫീസും ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം ചോയ്സ് ഫില്ലിംഗ് ആണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ 5 കോഴ്സസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും നമ്മുടെ പ്രിഫേർഡ് കോളേജും ഒക്കെ അവിടെ ചോയ്സ് ഫില്ലിങ്ങിൽ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്കാണ് ലാസ്റ്റ് നമ്മൾ വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് അവിടെ വരിക. അപ്പോൾ അതിൽ UG കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ ടൈം ആയിട്ടില്ല. ഒന്നുകിൽ ലാസ്റ്റ് വീക്ക്, ജൂലൈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു UG കൗൺസിലിംഗ് ക്ലിക്ക് ചെയ്ത് നമുക്കതിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിങ്ങനെയാണ്. ഗവൺമെൻറ് അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇല്ലേ, അവിടെ ജനറൽ OBC കാറ്റഗറിക്കാരാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഫീസ് 1000 ആണ്. അതേസമയം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 ആണ്. എന്നാൽ SC ST PWD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഫീസ് 500ഉം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5,000ഉം ആണ്. ഇതിൽ രജിസ്ട്രേഷൻ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ കൗൺസിലിംഗ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും റീഫണ്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന എമൗണ്ടാണത്. ദെൻ ഇവിടുത്തെ കൗൺസിലിംഗ് ടൈപ്പിൽ നമ്മൾ പറയും ഈ കൗൺസിലിങ്ങിന് അലോട്ട്മെൻറ്റ് 4 റൗണ്ട് ആയിട്ടാണ് നടക്കുക. അപ്പോൾ അതിൽ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, പിന്നെ അവസാനം ഒരു സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറഞ്ഞൊരു റൗണ്ട് കൂടിയുണ്ട്. അങ്ങനെ ടോട്ടൽ 4 റൗണ്ടുകളാണ്. അപ്പോൾ അതിൽ നമ്മുടെ AACCC ആണ് ഓൺലൈനായിട്ട് 15% ഓൾ ഇന്ത്യ കോട്ട ഹാൻഡിൽ ചെയ്യുന്നത്. എന്താണ് AACCC ആണ്. അതേപോലെ സ്റ്റേറ്റ് കൗൺസിലിംഗ് കമ്മിറ്റിയാണ് ബാക്കിയുള്ള 85% സീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷനെ ബേസ് ചെയ്ത് മാത്രം പറയുന്ന ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. അപ്പോൾ BAMSനാണെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 464+ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. OBC ആണെങ്കിൽ 462+ വന്നിട്ടുണ്ട്. അതേപോലെ എന്താണ് SC ST കാറ്റഗറീസിനൊക്കെ കട്ട് ഓഫ് വളരെ കുറവാണ്. 380+, 360+ ഒക്കെയാണ് കട്ട് ഓഫ്, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. BHMSന് അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണേലും നമ്മുടെ
ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ലാസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഈ ഒരു പറഞ്ഞ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.